ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഒത്തിരി നാളായി കണ്ടിട്ട് അല്ലേ? ലോങ് ടൈം നോ സീ. ഓക്കെ, പുതിയ വീഡിയോയുമായി ഞാൻ വരുമ്പോൾ എന്താണ് വീഡിയോയുടെ വിഷയം എന്നല്ലേ? ഇന്ന് ഞാനൊരു കഥ പറയാം. ഒരിടത്ത് ഒരു മത്തായി ചേട്ടനും അന്നാമ്മച്ചിയും ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ആവശ്യത്തിന് പ്രായമൊക്കെ ഉണ്ട്, നല്ല സ്നേഹമൊക്കെയാണ്. എന്നാലും ഇടയ്ക്കിടെ മത്തായിച്ചൻ അന്നാമ്മച്ചിക്കിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കാറുണ്ട്, ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അന്നാമ്മച്ചി മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പം സ്വർഗത്തിൻ്റെ വാതിൽക്കൽ പത്രോസ് നിൽപ്പുണ്ട്. പത്രോസാണ് സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ എന്നാണല്ലോ. അപ്പോൾ പത്രോസിൻ്റെ അടുത്ത് അന്നാമ്മച്ചേടത്തി ചെന്ന് കഴിഞ്ഞപ്പം പത്രോസിനൊരു ആശ്വാസം. ചേട്ടത്തിയെ കണ്ടപ്പോൾ ഒരു കാര്യപ്രാപ്തിയൊക്കെയുള്ള ഒരു സ്ത്രീയാണല്ലോ എന്നൊരു തോന്നൽ. ഉടനെ പത്രോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ വാതിൽ കാത്തു മടുത്തു, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. അപ്പം അന്നാമ്മ ചേട്ടത്തിയെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. എന്തെങ്കിലും ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ചെയ്യേ, ഈ വാതിൽ കുറച്ച് ദിവസത്തേക്ക് അന്നാമ്മ ചേട്ടത്തി നോക്കണം. വരുന്ന ആരെയും, ഏതണ്ടനെ അടകോടനെയും അകത്തേക്ക് കയറ്റരുത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊസീജിയറുണ്ട്. വരുന്നവരോട് ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കണം. അത് നമുക്കിഷ്ടമുള്ള ഒരു വാക്ക് പറയാം. അവർ ആ സ്പെല്ലിങ് പറഞ്ഞെങ്കിൽ ഓക്കെ, ദേ ആർ എലിജിബിൾ ഫോർ ഹെവൻ. അവരെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാം. അതുകൊണ്ട് ഞാൻ ഈ താക്കോൽ ഏൽപ്പിക്കുകയാണ്. ഭദ്രമായി സൂക്ഷിച്ചോണം, നന്നായി വരുന്നവരോട് പെരുമാറണം, കാര്യഗൗരവത്തോടെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന് പറഞ്ഞ് പത്രോസ് അവധിക്ക് പോയി. അന്നാമ്മച്ചി സന്തോഷത്തോടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ ഓരോ ദിവസവും അങ്ങ് ചെല്ലുന്തോറും ഒത്തിരി പേര് വരാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പരിചയമുള്ളവരൊക്കെയുണ്ട്. അടുത്തുള്ള മാമിച്ചേടത്തിയെ കണ്ടു. പുള്ളിക്കാരിയോട് വന്നതേ ചോദിച്ചു, ഓക്കെ, എനിക്ക് നിന്നെ നേരെ സ്വർഗത്തിലേക്ക് കയറ്റണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, അതിൻ്റെ സ്പെല്ലിങ് പറഞ്ഞാൽ മതി. ലവ് എന്നതിൻ്റെ സ്പെല്ലിങ് പറയാൻ പറഞ്ഞു. മാമിച്ചേടത്തി ഈസി ആയിട്ട് പറഞ്ഞു, LOVE. ഓക്കെ, യു ആർ ഇൻ. കയറ്റി വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പച്ചേട്ടൻ വന്നു. തങ്കപ്പച്ചേട്ടനോടും പറഞ്ഞു, ഇതൊക്കെയാണ് പ്രൊസീജിയർ. അപ്പം ഇന്നത്തെ എൻ്റെ വാക്ക് എർത്ത് എന്നുള്ളതാണ്. ഉടനെ തങ്കപ്പച്ചേട്ടന് സന്തോഷമായി. EARTH സന്തോഷത്തോടെ പറഞ്ഞു, കയറ്റി വിട്ടു. അങ്ങനെ വരുന്നവർക്കെല്ലാം ഓരോരോ ഈസി വാക്കുകളൊക്കെ കൊടുത്ത്, അന്നാമ്മച്ചേടത്തി ഇഷ്ടമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ചിലപ്പം കൊടുക്കും കേട്ടോ. പക്ഷെ അങ്ങനെ ഇഷ്ടമില്ലാത്തവരൊന്നും വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി കൂട്ടുകാരൊക്കെ ആയി അന്നാമ്മച്ചേടത്തി ഇങ്ങനെ വാതിൽ സൂക്ഷിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് ദൂരേന്ന് ഒരാൾ കയറി വരുന്നുണ്ട്. കണ്ണു വട്ടം പിടിച്ച് അന്നാമ്മച്ചേടത്തി നോക്കിയപ്പോൾ ആരാ? നമ്മുടെ മത്തഞ്ചേട്ടനാണ് കയറി വരുന്നത്. പുള്ളിക്കാരി ഓർത്ത്, വരുന്നുണ്ട്, എന്നെ അങ്ങ് താഴെ വെച്ച് കുറേ കഷ്ടപ്പെടുത്തിയതല്ലേ, ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. മത്തഞ്ചേട്ടൻ പ്രാഞ്ചി പതിയെ കയറി വന്ന് സ്വർഗത്തിൻ്റെ അടുത്ത് വാതിൽക്കൽ എത്തിയപ്പോഴത്തേനും നോക്കിയപ്പോൾ അന്നാമ്മച്ചേട്ടത്തിയാണ് വാതിൽക്കൽ. മത്തഞ്ചേട്ടന് പരമ സന്തോഷമായി. ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലോ, സ്വർഗത്തിലും ഉണ്ട് അവൾ കൂടെ. അതുകൊണ്ട് മാത്തഞ്ചേട്ടൻ പറഞ്ഞു, വാടി, എവിടാ നമ്മുടെ മുറി, ഓടി വന്ന് നിന്നെ കാണിച്ചു തന്നേ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ മാത്തഞ്ചേട്ടൻ ഓടി വന്ന് അന്നാമ്മച്ചേടത്തിയെ കെട്ടിപ്പിടിച്ചു. ഉടനെ അന്നാമ്മച്ചേടത്തി പറഞ്ഞു, എന്താ ഇത്, മാറി നിൽക്കുക, ഞാനിവിടുത്തെ വാതിൽ സൂക്ഷിപ്പുകാരിയാണ്, എനിക്കിവിടെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കും, അതിനുള്ള ഉത്തരം പറഞ്ഞാലേ നിങ്ങളെ അകത്തേക്ക് കടത്തുകയുള്ളൂ. പേടിക്കൊന്നും വേണ്ട കേട്ടോ, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകാം, പിന്നെ ഒന്നും പേടിക്കാനില്ല, അതിൻ്റെ അകത്ത് ചോദ്യോത്തരങ്ങളൊന്നുമില്ല. ഉടനെ മത്തഞ്ചേട്ടൻ പറഞ്ഞു, നീയല്ലേ ചോദ്യം ചോദിക്കുന്നത്, ചോദിച്ചോ, ഞാൻ ഏത് ചോദ്യത്തിന് വേണമെങ്കിലും ഉത്തരം പറയാം. അന്നാമ്മച്ചേടത്തി പറഞ്ഞു, ഓക്കെ, ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട, എങ്കിലും ഞാൻ പറയാം. ഒരു വാക്കാണ് പറയുന്നത്, അതിൻ്റെ സ്പെല്ലിങ് പറയുക. എൻ്റെ വാക്ക് ചെക്കോസ്ലോവാക്യ. പെട്ടുപോയേ മത്തഞ്ചേട്ടൻ. കഥ അങ്ങനെ അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഇമാജിനേഷന് സംഭവം വിട്ടു തന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ ചോദ്യം, നിങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽ സൂക്ഷിപ്പുകാരാണെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെയൊരു പവർ തരികയാണെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കുന്ന വാക്ക് ഏതായിരിക്കും? അപ്പോൾ എല്ലാവരും ഉത്തരങ്ങളുമായി വേഗം വന്നോളൂ. അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ, ദിസ് ഇസ് സിൽവി സൈനിങ് ഓഫ്. ടാറ്റാ.